വചനം വചനം ത്രിയേക ദൈവമവചനം വചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആണ്ടുവണ്ടത്തിലെ 12-ാം ഞായർ വചനവിചിന്തനത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ആശ്വാസവും ധൈര്യവും നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന വാക്കാണ്. ഈ ചെറിയ വചനഭാഗത്ത് തന്നെ 3 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്ന പ്രയോഗം കാണാം. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്ന ദൈവവചനങ്ങളിലൊന്നാണ് ഭയപ്പെടേണ്ട. മനുഷ്യജീവിതം പലവിധ ഭയങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. രോഗഭയം, പരാജയഭയം, ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ഭയം, സാമ്പത്തിക ഭയം, മരണഭയം തുടങ്ങിയവ നമ്മുടെ ജീവിതത്തെ പലപ്പോഴും അസ്വസ്ഥമാക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ യേശു നമ്മോട് പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. കടലിൽ കൊടുങ്കാറ്റ് വീശിയടിച്ചപ്പോൾ ശിഷ്യന്മാർ ഭയന്ന് വിറച്ചു. അപ്പോൾ യേശു അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലേ? കൊടുങ്കാറ്റിനേക്കാൾ വലിയവനാണ് നമ്മുടെ കർത്താവ്. അവിടുന്ന് നമ്മോട് കൂടെയുള്ളപ്പോൾ ഭയത്തിന് സ്ഥാനമില്ല. ഇരുണ്ട രാത്രിയിൽ ഒരു കുഞ്ഞ് തൻ്റെ പിതാവിൻ്റെ കൈപിടിച്ച് നടക്കുമ്പോൾ ഭയപ്പെടില്ല. അതുപോലെ ദൈവത്തിൻ്റെ കരം പിടിച്ച് നടക്കുന്ന വ്യക്തിക്ക് ഭയപ്പെടേണ്ടതില്ല. ഒരിക്കൽ കാറ്റക്കിസം ക്ലാസ്സിൽ ഒരു ചിത്രരചനാ മത്സരം നടത്തി. വരയ്ക്കാൻ കൊടുത്ത വിഷയം സമാധാനം. സമാധാനത്തെപ്പറ്റി കുട്ടികൾ പലതരത്തിലുള്ള ചിത്രങ്ങൾ വരച്ചു. ഒലിവില കൊത്തിപ്പറക്കുന്ന പ്രാവിൻ്റെ ചിത്രം, ശാന്തമായ ജലാശയത്തിനരികിൽ ധ്യാനനിമഗ്നനായിരിക്കുന്ന ഒരാളുടെ ചിത്രം, പച്ചപ്പുൽമേടുകളിൽ ആടുകൾ മേഞ്ഞു നടക്കുന്ന ചിത്രം. പക്ഷേ സമ്മാനാർഹമായത് സമാധാനത്തിൻ്റെ ഇത്തരത്തിലുള്ള ചിത്രത്തിനൊന്നുമല്ല, മറിച്ച് സമാധാനക്കേടെന്ന് തോന്നുന്ന ഒരു ചിത്രത്തിനായിരുന്നു. കൊടുങ്കാറ്റ്, പേമാരി, ഒടിഞ്ഞു വീണ മരങ്ങൾ, അവിടെ ഒരു ഉണക്കച്ചില്ലയിൽ ശാന്തമായിട്ടിരിക്കുന്ന ഒരു കിളി. ആ ഉണക്കച്ചില്ല എപ്പോൾ വേണമെങ്കിലും ഒടിഞ്ഞു വീഴാം. പക്ഷേ ആ കിളി പേടിക്കുന്നില്ല. കാരണം തൻ്റെ ചിറകിൽ ആ കിളിക്ക് വിശ്വാസമുണ്ട്. ആ ചിറകെന്നെ താങ്ങുമെന്നുള്ളൊരു വിശ്വാസം. നമ്മുടെ ജീവിതത്തിലെ കൊടുങ്കാറ്റുകൾ, പേമാരികൾ, തോൽവികൾ ഇതൊക്കെ വരുമ്പോൾ ഇവിടെയൊക്കെ ദൈവത്തിൽ സുരക്ഷിതത്വം കാണണം. ഭയത്തിൽ നിന്നും ഉള്ള വിടുതലിൻ്റെ ആഘോഷമാണ് പന്തക്കുസ്ത. ഭയപ്പെട്ടിരുന്ന, നിരാശരായിരുന്ന, മുറിയിൽ കതകടച്ചിരുന്ന അപ്പസ്തോലന്മാർ മികച്ച വാഗ്മികളും സംഘാടകരും സൗഖ്യദായകരുമായി ആ പന്തക്കുസ്ത അനുഭവത്തിലൂടെ. ക്രൈസ്തവ ജീവിതത്തിൽ പ്രതിസന്ധികളും എതിർപ്പുകളും ഉണ്ടാകുമ്പോൾ നാം എങ്ങനെ അതിനെ അതിജീവിക്കണമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നു. ഭയത്തെ അതിജീവിക്കുവാനായിട്ടുള്ള 3 നിർദ്ദേശങ്ങളാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്നത്. 1. ഭയത്തിന് അടിമകളാകാതിരിക്കുക. സുവിശേഷത്തിൻ്റെ താളുകൾ മറിച്ചു നോക്കുമ്പോൾ യേശു എങ്ങനെയെല്ലാമാണ് ഭയത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും വ്യക്തികളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നത് എന്ന് കാണാം. രോഗത്തിൻ്റെ പേരിൽ സമൂഹം ഭ്രഷ്ടകൽപ്പിക്കുക മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിക്കൊണ്ട് ആ വ്യക്തിക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുന്നു. കല്ലെറിഞ്ഞു കൊല്ലുവാൻ നിയമം അനുശാസിക്കുന്ന പാപിനിയെ അവളുടെ ബന്ധനങ്ങളിൽ നിന്നും യേശു വിടുതൽ നൽകുന്നു. രക്തസ്രാവക്കാരിയെ അവളുടെ ഭയത്തിൽ നിന്നും രോഗത്തിൽ നിന്നും സൗഖ്യം നൽകിക്കൊണ്ട് ധൈര്യമായിരിക്കുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് യേശു പറയുന്നു. ഇന്നത്തെ സുവിശേഷം നൽകുന്ന 2ാമത്തെ സന്ദേശം, ദൈവം നമ്മെ കരുതലോടെ പരിപാലിക്കുന്നു എന്ന് വിശ്വസിക്കുക. 139-ാം സങ്കീർത്തനത്തിൽ പ്രകാരം നമ്മൾ വായിക്കുന്നില്ലേ, നമ്മുടെ അകവും പുറവും എല്ലാം പരിശോധിച്ചറിയുന്ന അത്രമാത്രം കരുതലുള്ള നല്ല ദൈവത്തെപ്പറ്റി. പ്രതിസന്ധികളിൽ പ്രത്യാശയോടെ ജീവിക്കാനും പരാജയങ്ങളിൽ തളരാതിരിക്കാനും നാളെയെക്കുറിച്ച് അമിതമായി ഉത്കണ്ഠപ്പെടാതിരിക്കുവാനും അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നു. 3ാമതായി സുവിശേഷം നൽകുന്ന സന്ദേശം, ഭയം കൂടാതെ ക്രിസ്തുവിന് സാക്ഷ്യം നൽകുക എന്നതാണ്. ഈ അടുത്ത കാലത്ത് ഏതാനും ചെറുപ്പക്കാർ ധൈര്യസമേതം ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നത് മാധ്യമശ്രദ്ധ നേടിയിരുന്നു. തൻ്റെ കരിയറിനെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ടായിട്ടും ക്രിക്കറ്റ് താരങ്ങളായ ജമീല റോഡ്രിഗസ്, സഞ്ജു സാംസൺ എന്നിവർ കോടിക്കണക്കിന് ജനങ്ങൾക്ക് മുമ്പിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നത് കണ്ടില്ലേ? സിവിൽ സർവീസ് പരീക്ഷയിൽ റാങ്കുകൾ കരസ്ഥമാക്കിയ ശ്രീജ എന്ന പെൺകുട്ടി തൻ്റെ വിജയരഹസ്യം ക്രിസ്തുവാണ്, ജപമാലയാണ് എന്ന് വിളിച്ചു പറയുവാൻ ധൈര്യം കാണിച്ചു.
പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികളുണ്ടായാലും ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന യേശുവിൻ്റെ വാഗ്ദാനം നമുക്ക് ധൈര്യം നൽകട്ടെ. ലോകത്തിൻ്റെ ഭീഷണികൾക്ക് മുമ്പിൽ പതറാതെ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ കരുത്തിൽ ആശ്രയിച്ചുകൊണ്ട് ക്രിസ്തുവിന് വിശ്വസ്ത സാക്ഷികളായി ജീവിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.